ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. മിശിഹായിൽ സ്നേഹമുള്ള സഹോദരങ്ങളെ, എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: ജെറൂസലേം പട്ടണത്തിലൂടെ കടന്നു പോവുക, ആ നഗരത്തിൽ നടമാടുന്ന മ്ലേച്ഛതകളെ ഓർത്ത് കരയുകയും നെടുവീർപ്പിടുകയും ചെയ്യുന്നവർ നെറ്റിയിൽ അടയാളമിടുക. സ്നേഹമുള്ളവരെ, ഇത് ദൈവമായ കർത്താവ് തൻ്റെ ദൂതന് നൽകുന്ന ഒരു നിർദ്ദേശമാണ്. ജെറൂസലേം പട്ടണത്തിലൂടെ കടന്നു പോവുക, ആ നഗരത്തിൽ നടമാടുന്ന മ്ലേച്ഛതകളെയും പാപങ്ങളെയും തിന്മകളെയും ഒക്കെ ഓർത്ത് കരയുകയും നെടുവീർപ്പിടുകയും ചെയ്യുന്നവർ നെറ്റിയിൽ അടയാളമിടുവാൻ ദൈവം ആവശ്യപ്പെടുകയും, വേറെ ഒന്നിനും വേണ്ടിയല്ല, ബാക്കി എല്ലാവരും ശിക്ഷിക്കപ്പെടാൻ പോവുകയും. ഇവിടെ നാം കാണുന്ന ഒരു പ്രത്യേകമായ സംഗതി, പാപം ചെയ്യാത്തവരല്ല ശിക്ഷിക്കപ്പെടാതിരിക്കുന്നത്, പിന്നെയോ പാപത്തെയോർത്ത് കരയുകയും നെടുവീർപ്പിടുകയും ചെയ്യാതിരിക്കുന്നവരെല്ലാം ശിക്ഷിക്കപ്പെടുകയും എല്ലാവരും ശിക്ഷയ്ക്ക് വിധേയമാവുകയും. സ്നേഹമുള്ളവരെ, ഇത് വചനം നമുക്ക് നൽകുന്ന ഒരു ഓർമ്മപ്പെടുത്തലാണ്. എൻ്റെ വിശുദ്ധിയെക്കുറിച്ചുള്ള, എൻ്റെ ആത്മീയ സുരക്ഷിതത്വത്തെക്കുറിച്ചുള്ള ഒരു താല്പര്യത്തിന് അപ്പുറത്ത് ദൈവം നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്ന ഒരു കരുതലിനെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തൽ. നമുക്കറിയാം, കായനോട് ചോദിക്കുന്ന ചോദ്യം, നിൻ്റെ സഹോദരൻ എവിടെ? നിൻ്റെ സഹോദരൻ്റെ എൻ്റെ സഹോദരൻ്റെ കാവൽക്കാരനാണോ എന്ന മറുചോദ്യത്തിൻ്റെ വ്യംഗ്യമായ ഒരു ഉത്തരം ആ ചോദ്യത്തിൽ തന്നെ അടങ്ങിയിട്ടുണ്ട്. ഞാൻ എൻ്റെ സഹോദരൻ്റെ കാവൽക്കാരനാണ്, ഞാൻ എൻ്റെ സഹോദരങ്ങളുടെ കാവൽക്കാരനാണ് എന്ന തിരിച്ചറിവ് സ്വന്തമാക്കുവാൻ വചനം നമ്മോട് ആവശ്യപ്പെടുകയും, ഈ മനോഭാവം നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണുവാൻ സാധിക്കുന്ന ഒരു വ്യക്തി പുതിയ നിയമത്തിലുണ്ട്. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യസിലെ സഭയ്ക്ക് എഴുതിയ 2-ാമത്തെ ലേഖനത്തിൻ്റെ 11-ാമത്തെ അധ്യായത്തിൽ ശ്ലീഹ പങ്കുവെക്കുന്ന ചില നൊമ്പരങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. പൗലോസ് ശ്ലീഹ കൊരിന്ത്യസിലെ സഭയ്ക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം 11-ാം അധ്യായം 23 മുതലുള്ള വാക്യങ്ങൾ, അവർ ക്രിസ്തുവിൻ്റെ ദാസന്മാരാണോ? ഒരു ഉന്മത്തനെ പോലെ ഞാൻ പറയുന്നു, ഞാൻ കുറേയും കൂടി മെച്ചപ്പെട്ട ദാസനാണ്. അവരെക്കാൾ വളരെയേറെ ഞാൻ അധ്വാനിച്ചു, വളരെ കൂടുതൽ കാരാഗൃഹവാസം അനുഭവിച്ചു, എണ്ണമറ്റവിധം പ്രഹരമേറ്റു, പലതവണ മരണവക്ത്രത്തിൽ അകപ്പെട്ടു, 5 പ്രാവശ്യം യഹൂദരുടെ കൈകളിൽ നിന്ന് 1 കുറയെ 40 അടിവീതം ഞാൻ കൊണ്ടു, 3 പ്രാവശ്യം വടികൊണ്ട് അടിക്കപ്പെട്ടു, ഒരിക്കൽ കല്ലെറിയപ്പെട്ടു, 3 പ്രാവശ്യം കപ്പലപകടത്തിൽപ്പെട്ടു, ഒരു രാത്രിയും ഒരു പകലും കടലിൽ ഒഴുകി നടന്നു, തുടരെയുള്ള യാത്രകൾക്കിടയിൽ നദികളിൽ വെച്ചും കൊള്ളക്കാരിൽ നിന്നും സ്വന്തക്കാരിൽ നിന്നും വിജാതീയരിൽ നിന്നും എനിക്ക് അപകടങ്ങൾ ഉണ്ടായി, നഗരത്തിൽ വെച്ചും വിജനപ്രദേശത്ത് വെച്ചും കടലിൽ വെച്ചും അപകടങ്ങളിൽ അകപ്പെട്ടു, വ്യാജ സഹോദരനുള്ള അപകടങ്ങൾക്ക് ഞാൻ അധീനനായി, കഠിനാധ്വാനത്തിലും വിഷമസന്ധികളിലും നിരവധി രാത്രികളിലെ ജാഗരണത്തിലും വിശപ്പിലും ദാഹത്തിലും പലപ്പോഴും ഉപവാസത്തിലും തണുപ്പിലും നഗ്നതയിലും ഞാൻ ജീവിച്ചു. ഇതെല്ലാം അപ്പസ്തോലൻ പറയുമ്പോൾ പൗലോസ് ശ്ലീഹ പറയുന്നത്, ഒരു ഉന്മത്തനെ പോലെ ഞാനിതൊക്കെ അനുഭവിച്ചു വരണം. ഈ കാര്യങ്ങളെക്കുറിച്ചൊന്നും ശ്ലീഹയ്ക്ക് അല്പം പോലും പരാതിയില്ല. എനിക്കിങ്ങനെയൊക്കെ വന്നു എന്നത് വേദനയോടെയല്ല അദ്ദേഹം പറയുന്നത്, പിന്നെയോ വലിയ ഒരു ആനന്ദത്തോടു കൂടി. എൻ്റെ ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി ഞാൻ അവിടുത്തെ വചനവുമായി ഇറങ്ങിത്തിരിച്ചപ്പോൾ, അതും ആത്മാക്കളെക്കുറിച്ചുള്ള കരുതലുമായി, ആത്മാക്കളുടെ രക്ഷയെക്കുറിച്ചുള്ള വലിയ ദാഹവുമായി ഇറങ്ങിത്തിരിച്ചപ്പോൾ എനിക്കുണ്ടായ ഈ അനുഭവങ്ങൾ അത് വലിയ ആനന്ദമായിരുന്നു, വലിയ ഉന്മാദമായിരുന്നുവെന്ന് ശ്ലീഹ പറഞ്ഞു വെക്കുകയും,
അത് കഴിഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു 28, 29 വാക്യങ്ങൾ, ഇവയ്ക്കെല്ലാം പുറമെ സകല സഭകളെയും കുറിച്ചുള്ള ഉത്കണ്ഠ എന്നെ അനുദിനം അലട്ടിക്കൊണ്ടിരിക്കുന്നു. സകല സഭകളെയും കുറിച്ചുള്ള ഉത്കണ്ഠ എന്നെ അനുദിനം അലട്ടുകയും എന്ന് പറഞ്ഞാൽ അപ്പസ്തോലൻ സുവിശേഷം പ്രസംഗിച്ച് അപ്പസ്തോലൻ മാനസാന്തരത്തിലേക്ക് കൊണ്ടുവന്ന വിശ്വാസികളുടെ കൂട്ടായ്മകൾ, ആ കൂട്ടായ്മകളെക്കുറിച്ചുള്ള ഉത്കണ്ഠ അപ്പസ്തോലനെ വീണ്ടും വീണ്ടും അലട്ടുകയും അവരെക്കുറിച്ചുള്ള ചിന്ത അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് കടന്നു വരികയും സഭകളെക്കുറിച്ചുള്ള ഉത്കണ്ഠ അദ്ദേഹത്തിൻ്റെ മനസ്സിനെ ഭരിക്കുകയും എന്നിട്ട് പറയുക, ആര് ബലഹീനനാകുമ്പോഴാ ഞാൻ ബലഹീനനാകാത്തത്, ആര് തെറ്റ് ചെയ്യുമ്പോഴാണ് എൻ്റെ ഹൃദയം കത്തിയെരിയാത്തത്. സ്നേഹമുള്ളവരെ, ആത്മാക്കളെക്കുറിച്ചുള്ള വേദന അനുഭവിക്കുന്ന ഒരു അപ്പസ്തോലൻ്റെ ഹൃദയഭാവമാണ് ഈ വാക്യങ്ങളിൽ നാം കണ്ടുമുട്ടുന്നത്. ഇങ്ങനെ ഈയൊരു നശിച്ചു പോകുന്ന, പാപത്തിൽ വീണു പോകുന്ന, പാപവഴികളിൽ പെട്ടുപോകുന്ന, പാപത്തിൽ തകർന്നു പോകുന്ന വ്യക്തികളെക്കുറിച്ചും കുടുംബങ്ങളെക്കുറിച്ചും സമൂഹങ്ങളെക്കുറിച്ചുമുള്ള വേദന കൊണ്ട് നെടുവീർപ്പെടുന്ന വ്യക്തികളുടെ നെറ്റിയിൽ അടയാളമിടാനാ ഈശോ അല്ലെങ്കിൽ ദൈവം തൻ്റെ ദൂതനോട് പറയുന്നത്. ഇത്തരത്തിലുള്ള ഒരു ഹൃദയ വേദന, ആത്മഭാരം നമ്മെ ഭരിക്കുന്നില്ല എങ്കിൽ, സ്നേഹമുള്ള സഹോദരരെ, ഈ ആത്മഭാരം മൂലം അദ്ദേഹം ആത്മാക്കളെക്കുറിച്ചുള്ള വേദന നിമിത്തം അദ്ദേഹം ഈ വചനവുമായി ഇറങ്ങിത്തിരിക്കുമ്പോൾ അദ്ദേഹത്തിനുണ്ടാകുന്ന വൈതരണികൾ, അദ്ദേഹത്തിനുണ്ടാകുന്ന വേദനകൾ, അദ്ദേഹത്തിനുണ്ടാകുന്ന തിരസ്കരണത്തിൻ്റെതായ വേദനകൾ, അനുഭവങ്ങൾ, ഇതൊന്നും അദ്ദേഹത്തെ നഷ്ടധൈര്യനാക്കുന്നില്ല, ഇതൊന്നും അദ്ദേഹത്തെ തകർത്ത് കളയുന്നില്ല, ഇതൊന്നും അദ്ദേഹത്തെ നിരാശയ്ക്ക് അടിമപ്പെടുത്തുന്നില്ല. പിന്നെയോ അദ്ദേഹം ഈശോയുള്ള സ്നേഹത്തെ പ്രതി, ആത്മാക്കളെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള തീഷ്ണതയെ പ്രതി ഒരുതരം ഉന്മാദത്തോടുകൂടി, ഒരുതരം ലഹരിയോടുകൂടി ഇറങ്ങിത്തിരിക്കുകയും ഇത് അദ്ദേഹത്തിലുണ്ടായിരുന്ന ഒരു പരിശീലനത്തിൻ്റെ സവിശേഷത കൊണ്ട് സംലഭ്യമാകുന്നത് നമ്മളിവിടെ വായിക്കുന്നുണ്ട്. എന്നെ പലപ്പോഴും അത്ഭുതപ്പെടുത്തിയേക്കുന്ന ഒരു കാര്യം തന്നെയത്. കഠിനാധ്വാനത്തിലും വിഷമസന്ധികളിലും നിരവധി രാത്രികളിലെ ജാഗരണത്തിലും വിശപ്പിലും ദാഹത്തിലും പലപ്പോഴും ഉപവാസത്തിലും ഞാൻ ചിന്തിക്കും, ഈ അപ്പസ്തോലൻ തൻ്റെ സുവിശേഷ പ്രഘോഷണ യാത്രകൾക്കിടയിൽ ഒരുപാട് ദിവസങ്ങൾ ഭക്ഷണം കഴിക്കാൻ ലഭിക്കാതെ പട്ടിണി കിടക്കേണ്ടി വന്നിട്ടുണ്ട്, ദാഹിക്കേണ്ടി വന്നിട്ടുണ്ട്. കടലിൽ രാത്രിയും പകലും ഒഴുകി നടക്കുമ്പോൾ, ഉപ്പ് വെള്ളത്തിൽ മുങ്ങിത്താഴുമ്പോൾ അദ്ദേഹത്തിന് ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാനില്ലാതെ പരവേശത്തിൽ ജീവിക്കേണ്ടി വന്നിട്ടുണ്ട്. പിന്നെ എന്തിനാ അദ്ദേഹം പിന്നെ പറയുന്നത് ഉപവാസം എന്ന് പറഞ്ഞാൽ ഇത് ഒരു പരിശീലനമാണ്. ഈ ഉപവാസം എന്ന് പറയുന്നത് ഒരു ആത്മപരിശീലനമാണ്, സ്വയം പരിശീലനമാണ്. എന്ന് പറഞ്ഞാൽ പൗലോസ്ലീഹ ഈ ഒരു പരിശീലനത്തെക്കുറിച്ച് പറയാൻ ഉപയോഗിക്കുന്ന ഒരു മനോഹരമായ ഉദാഹരണം നമ്മൾ 1 കൊരിന്ത്യർ 9 24 മുതൽ വാക്യങ്ങളിൽ, മത്സരക്കളത്തിൽ എല്ലാ ഓട്ടക്കാരും ഓടുന്നെങ്കിലും സമ്മാനാർഹമാകുന്നത് ഒരുവൻ മാത്രമാണ്. എന്നിട്ട് പറയുക, കായികാഭ്യാസികൾ എല്ലാ കാര്യത്തിലും ആത്മനിയന്ത്രണം പാലിക്കുന്നു. സ്നേഹമുള്ളവരെ, എനിക്ക് ആഹാരം ലഭിക്കാത്തപ്പോൾ, ഈശോയുടെ വചനത്തിന് വേണ്ടി ആത്മാർപ്പണം ചെയ്ത് ഇറങ്ങിത്തിരിക്കുമ്പോൾ എനിക്ക് തിരസ്കരണങ്ങളും വേദനകളും വൈഷമ്യങ്ങളും പട്ടിണിയും നഗ്നതയും ദാഹവും ഞെരുക്കങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ അവയെ സന്തോഷത്തോടുകൂടി സ്വീകരിക്കണമെങ്കിൽ എനിക്ക് അനിവാര്യമായ ഒരു പരിശീലനമുണ്ട്. ആ പരിശീലനം ഉപവാസത്തിൻ്റെ, ത്യാഗത്തിൻ്റെ, ആശയടക്കത്തിൻ്റെ, പ്രായശ്ചിത്ത പ്രവർത്തികളുടെ പരിശീലനമെന്ന് പറയുന്നത്. എനിക്ക് എല്ലാ സുഖങ്ങളും എല്ലാ സന്തോഷങ്ങളും എല്ലാ ഭൗതികമായ നന്മകളും എൻ്റെ വിളിപ്പുറത്തോ കയ്യകലത്തിലോ സംലഭ്യമായിരിക്കുമ്പോൾ ബോധപൂർവം എനിക്കത് വേണ്ട എന്ന് വെച്ചുകൊണ്ട് ഇതില്ല എങ്കിലും എനിക്ക് ജീവിക്കാമെന്ന് സ്വയം പരിശീലിപ്പിക്കുന്ന ഒരു മനോഭാവം നമ്മളത് വായിക്കുന്നുണ്ട്. പൗലോസ്ലീഹായുടെ
ഫിലിപ്പ് ലേഖനം നാലാം അധ്യായത്തിൽ പൗലോസ്ലീഹ അത് മനോഹരമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. പലപ്പോഴും ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെട്ടേക്കുന്ന ഒരു വാക്യമായിട്ട് ഞാനത് ഓർക്കാറുണ്ട്. എന്നെ ശക്തനാക്കുന്നവനിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കുമെന്ന ഫിലിപ്പ് ലേഖനം 4 അധ്യായം 13 വാക്യത്തിൽ നാം വായിക്കുന്നത്. എന്നെ ശക്തനാക്കുന്നവനിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കും. പലപ്പോഴും ഭൗതികമായ ഈ ലോകത്തിൻ്റേതായ നേട്ടങ്ങളെക്കുറിച്ചുള്ള ഒരു വാക്യമായിട്ട് പലപ്പോഴും ചിലപ്പോഴെങ്കിലും നാം അത് തെറ്റിദ്ധരിക്കാറുണ്ട്. പക്ഷേ എന്നാൽ പൗലോസ്ലീഹ എന്തിനെക്കുറിച്ചാണ് അത് പറയുന്നത്? 4 അധ്യായം 10 മുതലുള്ള വാക്യങ്ങൾ ഇപ്രകാരമാണ്: നിങ്ങൾ ഇപ്പോൾ വീണ്ടും എന്നോട് താല്പര്യം കാണിക്കുന്നതിനാൽ ഞാൻ കർത്താവിൽ വളരെ സന്തോഷിക്കുന്നു. ഈ താല്പര്യം നിങ്ങൾക്ക് പണ്ടും ഉണ്ടായിരുന്നതാണ്, എന്നത് പ്രകടിപ്പിക്കാൻ അവസരമില്ലായിരുന്നല്ലോ. എനിക്കെന്തെങ്കിലും കുറവുള്ളത് കൊണ്ടല്ല ഞാനിത് പറയുന്നത്. കാരണം ഏത് സാഹചര്യത്തിലും സംതൃപ്തിയോടെ കഴിയാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. പഠിക്കുക എന്ന് പറയുന്നത് വാസ്തവത്തിൽ പൗലോസ്ലീഹ ഉപയോഗിക്കുന്നത് ആസ്കേസിസ് എന്ന ഗ്രീക്ക് വാക്ക സ്ലീഹ അവിടെ ഉപയോഗിക്കുന്നത്. ഞാൻ പഠിച്ചിട്ടുണ്ട്, ഞാൻ പരിശീലിച്ചിട്ടുണ്ട്. ആസ്കേസിസ് എന്ന വാക്ക് പൗലോസ്ലീഹ ഉപയോഗിക്കുന്ന മറ്റൊരു അവസരമാണ് 1 കൊറിന്തോസ് 9:27. മറ്റുള്ളവരോട് സുവിശേഷം പ്രസംഗിച്ച ഞാൻ തന്നെ ഈ നഷ്ടപ്പെട്ടവനായി തീരാതിരിക്കേണ്ടതിന് എൻ്റെ ശരീരത്തെ ഞാൻ കർശനമായി നിയന്ത്രിച്ച് കീഴടക്കുന്നു. ആസ്കേസിസ് എന്ന ഗ്രീക്ക് വാക്ക് അവിടെയും അപ്പസ്തലൻ ഉപയോഗിക്കുന്നത് പ്രായശ്ചിത്ത പ്രവർത്തികളുടെ, ഉപവാസത്തിൻ്റെ, ത്യാഗത്തിൻ്റെ, ആശയടക്കത്തിൻ്റെ, ഇന്ദ്രിയ നിഗ്രഹത്തിൻ്റെ സ്വയം പരിശീലന മാർഗത്തെ ക്രൈസ്തവ ആത്മീയതയിൽ അദ്ദേഹം എപ്പോഴെല്ലാം പറയുന്നുണ്ടോ അവിടെയെല്ലാം ഉപയോഗിക്കുന്ന ഗ്രീക്ക് വാക്ക് ഇതേ ആസ്കേസിസ്, പരിശീലനം, ഒരുതരം സ്വയം പരിശീലനം. എനിക്ക് എന്തെങ്കിലും കുറവുള്ളത് കൊണ്ടല്ല ഞാനിത് പറയുന്നത്. കാരണം ഏത് സാഹചര്യത്തിലും സംതൃപ്തിയോടെ ജീവിക്കാൻ ഞാൻ എന്നെ പരിശീലിപ്പിച്ചിട്ടുണ്ട്. താഴ്ന്ന നിലയിൽ ജീവിക്കാൻ എനിക്കറിയാം. സമൃദ്ധിയിൽ ജീവിക്കാനും ഏത് സാഹചര്യത്തിൽ കഴിയാനും എനിക്ക് പരിശീലനം ലഭിച്ചിട്ടുണ്ട്. അതേ സുഭിക്ഷത്തിലും ദുർഭിക്ഷത്തിലും സമൃദ്ധിയിലും ദാരിദ്ര്യത്തിലും എല്ലാം എന്നെ ശക്തനാക്കുന്നവരിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കും. സ്നേഹമുള്ള സഹോദരങ്ങളെ, ഈശോയിലേക്ക് കടന്നു വന്ന സ്ലീഹ ഈശോയിൽ നിന്ന് പഠിച്ചതായ കാര്യങ്ങൾ, ഈശോയിലൂടെ പരിശീലിച്ചതായ കാര്യങ്ങൾ ഈ ത്യാഗനിർഭരമായ ജീവിതത്തിൻ്റെ പരിശീലനമാണ്. കാരണം ഈശോ പറഞ്ഞിട്ടുണ്ട്, പച്ചമരത്തോട് അവർ ഇപ്രകാരം ചെയ്തുവെങ്കിൽ ഉണക്കമരത്തോട് എപ്രകാരമായിരിക്കും. നിങ്ങളുടെ ഗുരുവും കർത്താവുമായ എനിക്ക് ഇത്തരത്തിലുള്ള തിരസ്കരണങ്ങൾ ഉണ്ടാകുന്നുവെങ്കിൽ നിങ്ങളുടെ കാര്യം പറയേണ്ടതുണ്ടോ? അതുകൊണ്ട് നിങ്ങൾ ഞാൻ നടന്ന വഴിയെ നടക്കുവാൻ, ഞാൻ ചരിക്കുന്ന വഴിയെ ചരിക്കുവാൻ, ഞാൻ അനുഷ്ഠിക്കുന്ന ജീവിതശൈലി പരിശീലിക്കാൻ. സ്നേഹമുള്ളവരെ, 40 ദിനരാത്രങ്ങൾ മരുഭൂമിയിൽ ഉപവാസത്തിൽ ജീവിച്ച് പരിശീലിച്ച ഈശോ, അതുപോലെ തന്നെ നീണ്ട രാത്രികൾ ഉറക്കളച്ച് മലമുകളിൽ പ്രാർത്ഥനയിൽ ചെലവഴിച്ച ഈശോയുടെ മാതൃക, ഈ മാതൃക മനസ്സിലാക്കിയ അപ്പസ്തോലൻ തൻ്റെ ജീവിതത്തെ ഇത്തരത്തിൽ പരിശീലിപ്പിക്കുകയാണ്. ഈശോയുടെ ശുശ്രൂഷ തന്നിലൂടെ ഇന്നും തുടരേണ്ടതുണ്ട് എങ്കിൽ, ഈശോയിലൂടെ സംഭവിച്ചതായ ആത്മരക്ഷയുടെ ശുശ്രൂഷ ഇന്ന് തന്നിലൂടെ സംഭവിക്കേണ്ടതുണ്ട് എങ്കിൽ ഈശോ നടത്തിയ അതേ പരിശീലനം തനിക്കും ആവശ്യമാണ് എന്ന് അപ്പസ്തോലൻ മനസ്സിലാക്കുകയും അതുകൊണ്ട് ഈ ആത്മരക്ഷയുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി അദ്ദേഹം ഇറങ്ങിത്തിരിക്കുമ്പോൾ ഈ ഉപവാസത്തിൻ്റെ, പ്രായശ്ചിത്തത്തിൻ്റെ സ്വയം പരിശീലന മുറകൾ തൻ്റെ മേൽ അദ്ദേഹം എടുത്തണിയുന്നത്. സ്നേഹമുള്ളവരെ, ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളവും ഇതൊരു വാസ്തവമാണ്. ഈ കാലഘട്ടത്തിൽ പാപം ഭരണം നടത്തുന്നുവെന്ന് വിചാരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒരുപാട് വ്യക്തികൾ വിശ്വാസ ത്യാഗം നടത്തി ഈശോയെ വിട്ടുപോകുന്നുവെന്ന് വിചാരിക്കപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ നാം തിരിച്ചറിയണം, എല്ലാ കാലഘട്ടത്തിലും തിരുസഭ ഇതുപോലുള്ള പ്രതിസന്ധികളിലൂടെ കടന്നു പോയിട്ടുണ്ട്. എല്ലാ നൂറ്റാണ്ടുകളിലും ഇതുപോലുള്ള പ്രതിസന്ധികളിലൂടെ തിരുസഭ കടന്നു പോയിട്ടുണ്ട്. തിരുസഭയുടെ കഴിഞ്ഞ 2000 വർഷത്തെ ചരിത്രം പഠിക്കുന്ന ഏതൊരു വ്യക്തിക്കും അറിയാം, തിരുസഭയുടെ ചരിത്രത്തിൽ ഇത്തരത്തിലുള്ള വിശ്വാസ ത്യാഗങ്ങളോ അല്ലെങ്കിൽ വിശ്വാസ മരവിപ്പോ
വിശുദ്ധി നഷ്ടപ്പെടുന്നതായ ജീവിതങ്ങളുടെ മുറവിളികളോ ഒന്നും ആദ്യമല്ല. ഒരുപാട് സംഭവിച്ചിട്ടുണ്ട്. തിരുസഭയുടെ ചരിത്രം മുഴുവൻ ഇത്തരത്തിലുള്ള അനുഭവങ്ങളുടെ, പ്രതിസന്ധികളുടെ ചരിത്രമാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, തിരുസഭയുടെ ചരിത്രത്തിൽ എന്നെല്ലാം സഭ ഇത്തരത്തിലുള്ള പ്രതിസന്ധികളിലൂടെ കടന്നു പോയിട്ടുണ്ടോ അന്നെല്ലാം കരുത്തുറ്റ ഈ ആദ്യത്തെ നൂറ്റാണ്ടിൽ പൗലോസ്ലീഹായെയും പത്രോസ്ലീഹായെയും പോലുള്ള അപ്പസ്തോലന്മാരെ പോലെ പിന്നീട് ഓരോ ചരിത്രദശയിലും തിരുസഭയ്ക്ക് കരുത്തരായ പ്രവാചകരുടെ വലിയ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. പരിശുദ്ധാത്മാവ് അത്തരത്തിലുള്ള വ്യക്തികളെ ഉയർത്തിയിട്ടുണ്ട്. അത് നമ്മൾ വായിക്കുന്നത് ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ മനോഹരമായി നാം വായിക്കുന്ന ഒരു സംഗതിയുണ്ട്. ജ്ഞാനത്തിൻ്റെ പുസ്തകം 7-ാം അധ്യായത്തിൽ നാം ഇപ്രകാരം വായിക്കുകയും, എല്ലാ ചലനങ്ങളെയും ചലനാത്മകമായ ജ്ഞാനം, അവൾ തൻ്റെ നിർമ്മലതയാൽ എല്ലാറ്റിലും വ്യാപിക്കുന്നു, ചൂഴ്ന്നിറങ്ങുന്നു. അവൾ ദൈവശക്തിയുടെ ശ്വാസവും സർവശക്തൻ്റെ മഹത്വത്തിൻ്റെ ശുദ്ധമായ നിസ്സരണവുമാണ്. മലിനമായ ഒന്നിനും അവളിൽ പ്രവേശനമില്ല. നിത്യതേജസ്സിൻ്റെ പ്രതിഫലനമാണവൾ. ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങളുടെ നിർമ്മല ദർപ്പണം, അവിടുത്തെ നന്മയുടെ പ്രതിരൂപം. ഏകയെങ്കിലും സകലതും അവൾക്ക് സാധ്യമാണ്. മാറ്റത്തിന് അധീനയാകാതെ അവൾ സർവവും നവീകരിക്കുന്നു. ഓരോ തലമുറയിലുമുള്ള വിശുദ്ധ ചേതനകളിൽ പ്രവേശിക്കുന്നു. അവരെ ദൈവമിത്രങ്ങളും പ്രവാചകരും ആക്കി മാറ്റുന്നു. സ്നേഹമുള്ള സഹോദരരെ, ഇവിടെ ജ്ഞാനം എന്ന് പറയുന്ന പരിശുദ്ധാത്മാവ്, ഈ പരിശുദ്ധാത്മാവ് ഓരോ തലമുറയിലുമുള്ള വിശുദ്ധ ചേതനകളിൽ പ്രവേശിച്ച് അവരെ ദൈവമിത്രങ്ങളും പ്രവാചകരും ആക്കി മാറ്റുകയാണ്. എന്തിനു വേണ്ടിയ? ആ കാലഘട്ടത്തിൻ്റെ സഭയെ നവീകരിക്കുവാൻ. ആ കാലഘട്ടത്തിൽ പാപവഴിയിലേക്ക് ഇടറിപ്പോകുന്ന ഓരോ ജീവിതങ്ങളെയും ഈശോയിലേക്ക് തിരികെ കൊണ്ടുവരാൻ ചില പ്രവാചക ജീവിതങ്ങൾ ഉണർന്നെഴുന്നേൽക്കുകയാണ്. അത് സഭയുടെ ചരിത്രത്തിൽ എല്ലാ കാലഘട്ടത്തിലും ഉണ്ടായിരുന്നു. ഒരുപക്ഷെ തിരുസഭയുടെ ചരിത്രത്തിൽ ഏറ്റവും വലിയ പ്രതിസന്ധിയുടെ കാലഘട്ടമാണ് പൗലോസ് അപ്പസ്തോലൻ്റെയൊക്കെ കാലഘട്ടം എന്ന് പറയുന്നത്. ഈ ലോകം മുഴുവൻ്റെയും ഭരണാധികാരി എന്ന് വിചാരിക്കപ്പെടുന്ന റോമാ സാമ്രാജ്യത്തിൻ്റെ സർവാധിപൻ തിരുസഭയെ നശിപ്പിക്കുവാൻ വേണ്ടി സർവസന്നാഹവുമായി ഇറങ്ങിത്തിരിച്ച അവസരം. പക്ഷേ അതിനൊന്നും സഭയെ നശിപ്പിക്കാൻ സാധിച്ചില്ല. അതിനുശേഷം കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ മാനസാന്തരത്തിന് ശേഷം ചക്രവർത്തിയുടെയൊക്കെ നേതൃത്വത്തിൽ പിന്നീട് അടുത്ത പ്രതിസന്ധി ഉണ്ടാവുകയും അത് ഉള്ളിൽ നിന്നുള്ള പ്രതിസന്ധിയായിരുന്നു. പാഷണ്ഡതകൾ, ആര്യൻ പാഷണ്ഡത പോലുള്ള പാഷണ്ഡതകൾ 4-ാം നൂറ്റാണ്ടിൻ്റെ മധ്യശതകങ്ങളിൽ തിരുസഭയിൽ ഈ രാജാക്കന്മാരും ഭരണാധികാരികളും അവരുടെ സ്വാധീനം ഉപയോഗിച്ച് വലിയൊരു ശതമാനം ആത്മീയ തിരുസഭയുടെ നേതൃത്വത്തെ പോലും അടിമപ്പെടുത്തിയപ്പോൾ സ്നേഹമുള്ളവരെ കടന്നു വന്നു അത്നാസിയൂസിനെ പോലുള്ള, മരുഭൂമിയിലെ വിശുദ്ധ അന്തോണീസിനെ പോലുള്ള വലിയ പ്രവാചക ജീവിതങ്ങൾ. നീണ്ട വർഷങ്ങൾ മരുഭൂമിയുടെ ഏകാന്തതയിൽ കഠിനമായ തപോനിഷ്ഠകൾ അനുഷ്ഠിച്ച് ആത്മീയ ശക്തി പ്രാപിച്ച മരുഭൂമിയിലെ വിശുദ്ധ അന്തോണീസിനെ പോലുള്ളവർ ഇറങ്ങിത്തിരിക്കുകയാണ്. ആര്യൻ പാഷണ്ഡതയ്ക്കെതിരെ പഠിപ്പിച്ച് ജനത്തെ സത്യവിശ്വാസത്തിലേക്ക് അഥവാ ത്രിത്വവിശ്വാസത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ. ഇതുപോലുള്ള ചരിത്രദശകൾ തിരുസഭയുടെ ചരിത്രത്തിൽ ധാരാളമുണ്ട്. പിന്നീട് വിശുദ്ധ ഡൊമിനിക്കിലൂടെയും വിശുദ്ധ ഫ്രാൻസിസ് അസീസിയിലൂടെയും ഒക്കെ കടന്നു വന്നത് അതേ പ്രവാചക ജീവിതങ്ങളൊക്കെ തന്നെയാണ്. ഈ കാലഘട്ടത്തിലുമുണ്ട് ഇതുപോലുള്ള പ്രവാചക ജീവിതങ്ങൾ. വിശുദ്ധ പാദ്രി പിയോയും വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പയും ഒക്കെ നമ്മുടെ സമകാലികരായി ജീവിച്ച് ഈ കാലഘട്ടത്തിൽ വലിയ വിശുദ്ധി നേടിയവരാ, ഒരുപാട് ആത്മാക്കളെ ഈശോയ്ക്ക് വേണ്ടി നേടിയവരാ. സ്നേഹമുള്ള സഹോദരരെ, ആരെല്ലാം ആത്മാക്കളെക്കുറിച്ചുള്ള ദാഹത്തോടുകൂടി, നശിച്ചു പോകുന്ന ആത്മാക്കളെക്കുറിച്ചുള്ള വേദനയോടുകൂടി സ്വന്തം ജീവിതം സമർപ്പിക്കാൻ തയ്യാറാകുന്നുവോ, താൽക്കാലികമായ ചില സന്തോഷങ്ങളും നൈമിഷികമായ ചില സുഖങ്ങളും നഷ്ടപ്പെടുത്തിക്കൊണ്ട് ദൈവവചനത്തിന് വേണ്ടി വേദനയെടുത്ത് ത്യാഗം സഹിച്ച് ശുശ്രൂഷ ചെയ്യാൻ ആരെല്ലാം തയ്യാറാകുന്നുവോ
അതല്ലെങ്കിൽ നശിച്ചു പോകുന്ന, പാപത്തിൽ തകർന്നു പോകുന്ന കുടുംബങ്ങളെ ഓർത്ത്, പാപത്തിൽ വീണു പോകുന്ന മനുഷ്യമക്കളെ ഓർത്ത്, കൊച്ചുകുട്ടികളെ ഓർത്ത്, യുവജനങ്ങളെ ഓർത്ത് വേദനയോടെ കരയുവാനും പ്രാർത്ഥിക്കുവാനും നെടുവീർപ്പെടുവാനും ആരെല്ലാം തയ്യാറാകുന്നുവോ അവർക്കെല്ലാം കാണാൻ സാധിക്കും, അവർക്കെല്ലാം മനസ്സിലാക്കാൻ സാധിക്കും അവരുടെയൊക്കെ പ്രാർത്ഥനയ്ക്ക് 100 മടങ്ങ് ഫലമുണ്ട് എന്ന്. ഇന്ന് ഈ ലോകത്തിൽ പാപം എന്തുമാത്രം പ്രാബല്യം നേടുന്നുവോ അതിനേക്കാൾ 1000 മടങ്ങ് പ്രബലമാണ് പ്രാർത്ഥിക്കുന്നവരുടെ ത്യാഗത്തിനും പ്രാർത്ഥനയ്ക്കും. അത് നാം മനസ്സിലാക്കണം. ഇന്ന് ഈ ലോകത്തിൽ ഇരുട്ട് വ്യാപിക്കുന്നുണ്ട് എങ്കിൽ ആ ഇരുട്ടിനെ പഴിച്ചിരിക്കാൻ നമുക്ക് അനുവാദമില്ല, അവകാശമില്ല. കാരണം ഒരു മെഴുകുതിരിയുടെ വെളിച്ചമെന്ന പോലെ നമ്മുടെയൊക്കെ ജപമാലകൾക്കും നമ്മുടെയൊക്കെ ഉപവാസത്തിനും നമ്മുടെയൊക്കെ പ്രാർത്ഥനയ്ക്കും വലിയ മാനസാന്തരത്തിൻ്റെ ഫലങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി ആത്മാർപ്പണം ചെയ്യുവാൻ, വേദനയെടുത്ത് ത്യാഗം സഹിച്ച് ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി, സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഈ കാലഘട്ടത്തിൽ നമുക്ക് സാധിക്കേണ്ടതായിട്ടുണ്ട്. വിലാപങ്ങളുടെ പുസ്തകത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്: സിയോൻ പുത്രി കർത്താവിനോട് ഉറക്കം നിലവിളിക്കുക, രാവും പകലും മഹാപ്രവാഹം പോലെ കണ്ണുനീർ ഒഴുകട്ടെ. നീ വിശ്രമിക്കരുത്, കണ്ണുകൾക്ക് വിശ്രമം നൽകരുത്. രാത്രിയിൽ യാമങ്ങളുടെ ആരംഭത്തിൽ എഴുന്നേറ്റ് ഉറക്കം നിലവിളിക്കുക. കർത്താവിൻ്റെ സന്നിധിയിൽ ജലധാര പോലെ നിൻ്റെ ഹൃദയത്തെ ചൊരിയുക. 4 കവലകളിൽ വിശന്ന് തളർന്നു വീഴുന്ന നിൻ്റെ മക്കളുടെ ജീവന് വേണ്ടി നീ അവിടുത്തെ സന്നിധിയിലേക്ക് കൈകളുയർത്തുക. ത്യാഗത്തോടുകൂടി, വേദനയോടുകൂടി നശിച്ചു പോകുന്ന, ഭാവവിശപ്പിൽ തളർന്നു വീഴുന്ന ഓരോ മക്കൾക്കും വേണ്ടി, ഓരോ കുടുംബങ്ങൾക്ക് വേണ്ടി, സമൂഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നമുക്ക് ഉത്തരവാദിത്തമുണ്ട്. കാരണം ഈശോയുടെ രക്ഷയെന്ന് പറയുന്നത് എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. ഈശോ മനുഷ്യാവതാരം ചെയ്തത് എല്ലാവർക്കും വേണ്ടിയാണ്. ഒരുവൻ പോലും, ഈ ചെറിയവരിൽ ഒരുവൻ പോലും നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി എല്ലാവരും ഈശോയുടെ സുവിശേഷം അറിയണം, എല്ലാവരും ഈശോയുടെ രക്ഷ അനുഭവിക്കണം, എല്ലാവരും ഈശോയിലേക്ക് കടന്നു വരണം. ഈശോ നൽകുന്ന സ്വർഗീയമായ സൗഭാഗ്യം അത് ഈ ലോകത്തിൽ തന്നെ അനുഭവിച്ചുകൊണ്ട് മരണമെന്ന കവാടം കടന്ന് നിത്യതയിലേക്ക് പ്രവേശിക്കുവാൻ എല്ലാ വ്യക്തികൾക്കും സാധിക്കണം. ഈ ഒരു വലിയ ഈ ലോകത്തിന് വേണ്ടിയുള്ള, സകല മനുഷ്യ മക്കൾക്കും വേണ്ടിയുള്ള ഈ സദ്വാർത്ത കേവലം ഒരു അധരം കൊണ്ടുള്ള പ്രഘോഷണത്തിനപ്പുറത്ത് ജീവിതം കൊണ്ടുള്ള ഒരു പകരലായി, പങ്കുവെക്കലായി മാറണം. ഈ പങ്കുവെക്കലിൻ്റെ മാർഗമാണ് ഈ ത്യാഗസുരഭിലമായ പ്രാർത്ഥനയെന്ന് പറയുന്നത്. ഈ പ്രാർത്ഥനയിലൂടെ ത്യാഗം ചെയ്ത് വേദന ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി നാം ആത്മാർപ്പണം ചെയ്യുമ്പോൾ നാം ഈശോയോട് ചേർന്ന് കുരിശിലെ ഈശോയുടെ ദാഹത്തോട് ചേരുകയാണ്. ഈശോയോട് ചേർന്ന് കുരിശിലെ ഈശോ നേടിയെടുത്ത വിജയത്തിൽ പങ്കുപറ്റുകയും കുരിശിൽ കിടന്ന് ഈശോ ഈ ലോകത്തെ നോക്കി ഉദ്ഘോഷിച്ചു: ഞാൻ എല്ലാം പൂർത്തിയാക്കിയിരിക്കുന്നു, ദൈവത്തിൻ്റെ രക്ഷ പൂർത്തിയാക്കിയിരിക്കുന്നു, ദൈവം മനുഷ്യമക്കൾക്ക് പങ്കുവെച്ച് കൊടുക്കാൻ ആഗ്രഹിക്കുന്ന രക്ഷ പൂർത്തിയാക്കിയിരിക്കുന്നു. ഈശോ ആരംഭിച്ചതും ഈശോയിലൂടെ പൂർത്തിയാകുന്നതുമായ ഈ രക്ഷയുടെ അനുഭവത്തിലേക്ക് പ്രവേശിക്കുവാൻ നമുക്കുള്ള മാർഗമായത്. ഈശോ ഇരുകരങ്ങളും വിരിച്ചു പിടിച്ച് സ്വന്തം ജീവൻ സമർപ്പിച്ചുകൊണ്ട് ലോകത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി സമർപ്പിച്ചതുപോലെ ഈശോയോട് ഐക്യപ്പെട്ട് നമ്മുടെ ജീവിതം നാം സമർപ്പിക്കുമ്പോൾ നാമും ഈ രക്ഷയുടെ അനുഭവത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇതിനു വേണ്ട വലിയ കൃപയ്ക്ക് വേണ്ടി ഈ ത്യാഗസ്വരഭിലമായ പ്രാർത്ഥനയിലൂടെ നമുക്ക് സംലഭ്യമാകുന്ന ദൈവരാജ്യ അനുഭവത്തിൻ്റെ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.